ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 40 ഡേ സ്റ്റഡി പ്ലാനിൽ ഇന്ന് നമ്മൾ ഡേ 34ലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളുമാണ്. അതായത് അതിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് സംസ്ഥാന സിവിൽ സർവീസിനെ പറ്റി നോക്കാം, അതുപോലെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി നോക്കാം, പിന്നെ വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, പിന്നെ വിവിധ കമ്മീഷനുകളെ പറ്റി നോക്കാം. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ടോപ്പിക് നോക്കാനുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ആണ്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് SCRT പറയുന്ന ആൾക്കാർ, അതായത് ഈ അടുത്ത എക്സാമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കാണാൻ പറ്റും. ഇതിൽ പേരിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ആരൊക്കെ നോക്കാം. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, KM മുൻഷി. ഇവരുടെ പേരുകളൊക്കെ ചോദ്യ പേപ്പറിൽ ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇവരെ പറ്റിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കി പഠിക്കാം. നമ്മുടെ SCRT എടുത്തു പറയുന്ന പേരുകളാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരാവുന്നതും അത് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യതയുള്ളതാണ് തൂലിക നാമങ്ങൾ. അപ്പൊ അത് നോക്കാം. അതുപോലെ തന്നെ കൃതികളും അതിലെ കഥാപാത്രങ്ങളും നോക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2021 2022 SSLC പ്രിലിംസിന്റെ പേപ്പറുകൾ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് 2023 കടക്കുകയാണ്. 141/2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ 2024 പേപ്പറിലായ 57/2024 കൂടി നിങ്ങൾ ചെയ്യുക. അപ്പൊ എല്ലാവരും പഠിത്തം നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ എല്ലാവർക്കും കുറച്ചുകൂടി കൂടുതൽ സമയം കിട്ടും വർക്കിംഗ് ഡേയ്സ് ആണ് അപേക്ഷിച്ച്. അപ്പൊ എല്ലാവരും കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് പഠിക്കാം. നമുക്ക് ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വളരെ നന്നായി പഠിക്കാം. അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.